ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. സെവൻ ഓഫ് സോർഡ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു, ഇത് ലവേഴ്സ് വന്നിരിക്കുന്നു, ഇവിടെ ഫൈവ് ഓഫ് സോർഡ് വന്നിട്ടുണ്ട്. സോഡ് എനർജിയാണ് ഇന്ന് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. നമുക്കിനി നോക്കാവേ, ഇത് നമുക്ക് റീഡ് ചെയ്തിട്ട് അടുത്ത കാർഡ്സ് എടുക്കാവേ. അപ്പോൾ ഇവിടെ സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ സെവൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കണ്ടില്ലേ, ആരോ എന്തോ എടുത്തുകൊണ്ട് ഓടുകയാണ്. നിൽക്കുന്നിടത്ത് നിന്നും എളുപ്പം ഒന്ന് രക്ഷപ്പെടുകയാണ്. എന്തൊക്കെയോ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്ന എനർജിയാണ്. ഇവിടെ കുറേ പേർ ടെൻ്റ് അടിച്ച് താമസിച്ചിരുന്ന ഒരു ഇടമാണ്. ചിലപ്പോൾ പട്ടാളക്കാരായിരിക്കാം, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്കാർ അവിടെ എങ്ങനെ താമസിച്ചിരുന്നു, അവർ അറിയാതെ കണ്ട് അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട്, അവരുടേതായ സാധനങ്ങൾ എടുത്തുകൊണ്ട് കബളിപ്പിച്ചിട്ട് രക്ഷപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കണം. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഗൈഡൻസ് ആണ്. കാരണം ആരെങ്കിലും നിങ്ങളോട് സ്നേഹത്തിൽ അടുത്തുകൂടാ. അതുമല്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലാതെയും നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മോഷണം പോകാം. മനസ്സിലായോ? ചിലപ്പോൾ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് സൂക്ഷിക്കണം. ഗോൾഡ് ഓർണമെന്റ്സ് മാത്രമല്ല, സ്വർണം, പൈസ, അതുപോലെ സാമ്പത്തികം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ പരിചയമില്ലാത്തവരുടെ കൂടുതലായിട്ട് സൗഹൃദത്തിന് പോകാതിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം സൂക്ഷിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാതെ മറ്റാരോടും കയറി സംസാരിക്കാൻ പോകാതെ ഇരിക്കുക. മനസ്സിലായി? അല്ലാതെ വെറുതെ നമ്മൾ പരിചയപ്പെടുകയാണ്. ചില വ്യക്തികളെ അങ്ങ് പരിചയപ്പെടും, പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അവർ ചിലപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുന്ന എനർജിയിലേക്ക് വരാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ചില കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഈ എനർജി നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് എനർജിയാണ് തന്നെയല്ലേ. നെഗറ്റീവ് എനർജി നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ്. നിങ്ങളിന്ന് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? അടുത്തതായിട്ട് തന്നെ ഏസ് ഓഫ് വാൻസിന്റെ എനർജി വളരെ നല്ല എനർജിയാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ ഇവിടെ എന്തോ ഇന്ന് തുടക്കം കുറിക്കുന്നു. എന്തിൻ്റെയെങ്കിലും തുടക്കമാവാം. ചിലപ്പോൾ നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളെ പുറത്തെടുത്തു കൊണ്ടുവരുന്ന ഒരു തുടക്കമാവാം. മനസ്സിലായി? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വിട്ടുകളയണമെന്ന് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ഇവിടെ വാൻസല്ലേ, പാഷനേറ്റ് ആണ്. കുറച്ചൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് അഭിനിവേശം തോന്നുന്ന പല കാര്യങ്ങളും ഒരു തുടക്കത്തിലേക്ക് നീങ്ങാവുന്നതാണ്. അത് ചിലപ്പോൾ അഭിനിവേശം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യമാകാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് ആവാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ലവേഴ്സ് ആവാം. അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് കൊടുക്കുന്നു,
പോകുന്നുവോ അവരുമായിട്ടുള്ള ഒരു തുടക്കത്തിനുള്ള സാധ്യത ഉണ്ടാവാം. അത് നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം. അത് ഇന്നത്തെ ദിവസം നിങ്ങൾ അത് തുടങ്ങി വെക്കുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന്, അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കാം. ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ആരോടെങ്കിലും അതിനെക്കുറിച്ച് വളരെയധികം ആവേശത്തോടെ നിങ്ങൾ സംസാരിക്കുന്നതാവാം. അതുമല്ലെങ്കിൽ അതിന് വേണ്ടതായ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമമാകാം. അതിനൊരു തുടക്കം കുറിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട് പണി തുടങ്ങി വെക്കുന്നതാവാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ വിവാഹത്തിന്റെ പ്രപ്പോസലിൽ ഒരു തുടക്കം കുറിക്കുന്നതാവാം. എന്തായാലും ചിലപ്പോൾ പഠിക്കാനുള്ള കാര്യത്തിന് ഒരു തുടക്കം കുറിക്കാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി കാര്യത്തിലേക്ക് ഒരു തുടക്കം കുറിക്കാം. എന്തായാലും ശരി, ഇനി ഏത് കാര്യത്തിലായാലും നിങ്ങൾ ഇവിടെ ഒരു തുടക്കം കുറിക്കും. ചിലപ്പോൾ ചിലർ പാസ്പോർട്ട് എടുക്കാനുള്ള തുടക്കം, നല്ല വിസ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലായാലും എന്തോ നിങ്ങളുടെ മനസ്സിൽ അഭിനിവേശം തോന്നിയ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടില്ല, ഡിവൈൻ ഹാൻഡ്സ് ആണ് ഇത് സമ്മാനിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഡിവൈൻ ഹാൻഡ്സ് സമ്മാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു തുടക്കമാണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ദൈവാനുഗ്രഹം ഇവിടെ ഒരു തുടക്കമല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഏസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സണ്ണിന്റെ എനർജി കൂടെ നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ നിങ്ങൾ ഇതിൽ മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് വളരെയധികം പോസിറ്റീവായ എനർജിയിലേക്ക് മുന്നോട്ട് പോകുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നാവാം നിങ്ങൾ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ചിലപ്പോൾ രാപകൽ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികം കിട്ടുമല്ലോ എന്ന് കരുതി അത്യുത്സാഹത്തോടു കൂടി ചിലപ്പോൾ നിങ്ങൾ വിശ്രമമില്ലാതെ പണി ചെയ്യുന്ന എനർജിയാണ്. പണി ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് അതിനുള്ള മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വെറുതെ അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിന് ഏൺ ചെയ്യാനും കൂടെ സാധിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മിനിറ്റ് പോലും മറ്റുള്ളവരോട് സംസാരിക്കാനോ അതുമല്ല എങ്കിൽ വെറുതെ കളയാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്കുള്ള തുടക്കമാകാം. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാലും സാമ്പത്തികം കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നതും ആവാം. അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നതും ആവാം. വളരെയധികം ഉത്സാഹത്തോടു കൂടി നിങ്ങൾ ആ വർക്ക് ഏറ്റെടുക്കുന്നതും ആവാം. അതിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് എന്താണ് സമൃദ്ധി, ഐശ്വര്യം ഒക്കെ വരുന്ന എനർജിയാണ് ഈ ഒരു ലവേഴ്സ് കാർഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റാഫേൽ മാലാഖയുടെ, ആർക്കേഞ്ചൽ റാഫേലിന്റെ ഹീലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പരസ്പര ഹീലിംഗ് ആണ്. പരസ്പരം ഹീലിംഗ്, പരസ്പരം റെസ്പെക്ട് ചെയ്തു പോകുന്നത്, പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയുക, കോംപ്രമൈസ് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് ചേർന്നു, എങ്ങനെയായാലും ഇവിടെ പരസ്പരം യോജിച്ചു പോകുന്ന ഒരു ലൈഫാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. കാരണം ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ടുണ്ട് ഇവിടെ, ഏഞ്ചൽ ബ്ലെസ്സിങ്സും ഒക്കെ. അപ്പൊ ഈ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ദീർഘകാലം ഈ ഒരു ബ്ലെസ്സിങ്സ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇവിടെ അബണ്ടൻസ്, അതുപോലെ പ്രോസ്പെറിറ്റി ഒക്കെ വർദ്ധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ സന്തോഷത്തോടു കൂടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇടയ്ക്ക് നിങ്ങൾക്ക് വേർപിരിയേണ്ടി വന്നാൽ പോലും വീണ്ടും നിങ്ങൾ കൂടിച്ചേരുന്നു. അങ്ങനെ ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് കൂടിച്ചേരാനുള്ള എനർജി ആവാം. ഇന്നത്തെ ദിവസം അങ്ങനെ ആയാലും ഒരു കോണ്ടാക്റ്റിൽ വരുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ പുതിയതായിട്ടൊരു ലവ് പ്രപ്പോസൽ ആവാം. അതുമല്ല എങ്കിൽ പുതിയതായിട്ട് മാരേജ് പ്രപ്പോസൽ ആവാം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന എനർജി ആവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ കൂടിച്ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിവസമായിരിക്കാം എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് എല്ലാവിധത്തിലുമുള്ള സന്തോഷങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രശ്നങ്ങളുണ്ട്, ഇനി എങ്ങനെയൊക്കെ പോയാലും പ്രശ്നങ്ങൾ വരാതിരിക്കത്തില്ല. പക്ഷെ പ്രശ്നങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരും. അവിടെ ഒരു തരത്തിൽ നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. ഒരാൾ ക്ഷമിച്ചാലും മറ്റൊരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒത്തൊരുമിച്ച സന്തോഷത്തോടു കൂടി പോകണമെങ്കിൽ എന്താണ് വേണ്ടത്? അവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്നുള്ളതാണ് അവിടെ
പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ്സ് റിക്വയർഡ് ആണ് അവിടെ വേണ്ടത്, അല്ലേ? അപ്പൊ അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ച, സാക്രിഫൈസ് ചെയ്യുക, കുറേയൊക്കെ ത്യാഗം ചെയ്യണം. എന്താ, ഒരാളിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരാൾ പെരുമാറുക, ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയും സഹനശക്തിയും ഉണ്ടാകുക, സ്നേഹം പങ്കുവയ്ക്കണം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ്, മനസ്സിലുണ്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. പരസ്പരം അത് തുറന്നു പറയണം, പരസ്പരം ആശയവിനിമയം ചെയ്യണം, ക്ലിയറായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ഒരാളിന്റെ ഇവിടെ പരസ്പരമുള്ള സ്നേഹം നിങ്ങൾ പിടിച്ചു പറ്റുകയാണ് വേണ്ടത്. ഒരാൾക്ക് തോന്നണം, എൻ്റെ ഈ പാർട്ട്ണറാണ് എൻ്റെ ജീവിതകാലത്തേക്ക് മുഴുവൻ നിൽക്കാനുള്ളത്, എനിക്ക് ഈ പാർട്ട്ണറെ തന്നെ അടുത്ത ജന്മവും എനിക്ക് വേണം എന്ന് പറയത്തക്ക വിധത്തിലുള്ള സ്നേഹത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. മനസ്സിലായി? അപ്പൊ അത്തരം ഒരു ലൈഫാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നതെന്ന് പറയാം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിയാവാൻ സാധിക്കുന്നു. മാനസിക സംഘർഷത്തിൽ നിന്ന് ഒന്ന് ഒഴിവാകാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങൾ കുറച്ച് സമ്മർദ്ദം അനുഭവിച്ചിരുന്ന സമയമാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അതുമല്ല എങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു. മനസ്സിലായ? മറ്റുള്ളവരെ പരാജയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേട്ട് അനുസരിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സോഡാണ്. സോഡ് എന്ന് പറയുന്നത് എയർ സൈൻ ആണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പെന്റക്കിൾ എർത്ത് സൈൻ ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. വാൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വാൺസ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇത്രയൊക്കെ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അടുത്ത ടവറാണ് വന്നിരിക്കുന്നത്. ഈ ടവർ വരിക എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കഷ്ടതകളിലാണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, അല്ലേ? ഒത്തിരി കഷ്ടതകൾ എന്ന് പറയുമ്പോൾ അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടുമാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലോ തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളുടെ ജീവിതം അപ്പാടെ നശിക്കാം. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കോടതി വഴിയുള്ള കേസുകൾ, ഡിവോഴ്സ് കേസുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വാഹനം നഷ്ടപ്പെടുക, ജോലി കിട്ടാതിരുന്ന് നോക്കിയിരുന്ന് ചിലപ്പോൾ ലഭിച്ച ഒരു ജോലിയാവാം. അത് ചിലപ്പോൾ പെട്ടെന്ന് ആവാൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ ചില എനർജീസ് ഇവിടെ കാണാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ വീടിന് എല്ലാം നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരുന്നതൊക്കെ എന്തൊക്കെയോ നഷ്ടപ്പെട്ട് നശിച്ചു പോയിരിക്കാം. അല്ല, വീട് പകുതി ആയപ്പോഴത്തേക്ക് അത് നശിച്ചു പോകാം. അതുമല്ല എങ്കിൽ തുടങ്ങി വെച്ചതിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരാം. അതുമല്ല എങ്കിൽ വീട് ആയതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ജപ്തി നോട്ടീസ് വരാം. അതിൽ താമസിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോകാം. എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നത് നഷ്ടപ്പെടില്ലാതെയാവാം. അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടലും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇത്. അപ്പോൾ ഇവിടെ പലരും ഇപ്പോഴും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ല എങ്കിൽ ഇവിടെ ചിലപ്പോൾ പലരും ഇവിടെ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. പല കാര്യങ്ങളിലും ഇവിടെ സ്റ്റക്കായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇവിടെ ഇതിനപ്പുറത്ത്, ഈ ഇരുളിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട്, കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്തായിട്ട് എന്താ വരുന്നത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. കാരണം ഇവിടെ എല്ലാം ഉണ്ട്, കണ്ടില്ല? ഈ വലിയ പരാജയത്തിൽ നിന്നും നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രെങ്ത് കൈവരിച്ച് സ്ട്രോങ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്ട്രോങ് ആവുക മാത്രമല്ല, പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. നമുക്ക് ഏറ്റവും വലിയൊരു പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണല്ലോ ദൈവമേ എനിക്കിതെന്താ പറ്റിയതെന്ന് ദൈവത്തെ ചിലപ്പോഴൊന്ന് വിളിക്കാൻ തന്നെ തോന്നുന്നത്, അല്ലെ? അതുവരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവം, പലരും പറയുന്ന കേൾക്കാം ദൈവം അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നവർ അവസാനം ചിലപ്പോൾ അത്രമാത്രം വലിയ ആവശ്യം അവർക്കും ഉണ്ടാവും ദൈവത്തെ ഒന്ന് വിളിക്കാനായിട്ട്.
അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ടുള്ള ഒരു ഉപാധി എന്ന നിലയിലാവാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാക്കുന്നു. ഇവിടെ പരിശുദ്ധിയുടെ പ്രതീകമാണ് ഈ വൈറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇവിടെ ഇൻഫിനിറ്റി സിമ്പൽ കണ്ടില്ലേ, അബണ്ടൻസിന്റെ ആണ്. അതുപോലെ ദൈവാനുഗ്രഹം വരുന്നുണ്ട്. 8 എന്ന് പറയുന്ന നമ്പരോ അത് തന്നെയാണ്. 8 എന്ന് പറയുന്ന നമ്പർ ഇവിടെ തിരിച്ചിടുന്നതാണ് ഇൻഫിനിറ്റി സിമ്പൽ എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പലിന്റെ അനന്തമായ ദൈവിക അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവത്തിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നല്ല സ്നേഹം ഉണ്ടാകണം ഈ ഒരു സമയത്ത്. കാരണം അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഒരു ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ലെസൺ പഠിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഇനി അഥവാ അനുഭവങ്ങളിൽ നിന്ന് ലെസൺ പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് വീണ്ടും നിങ്ങൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അനുഭവം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പാഠം നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇവിടെ ഒരു പാഠം പഠിച്ചിട്ട് കൂടുതൽ എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് കൂടുതൽ മുന്നോട്ട് വരണം എന്ന് കരുതിക്കൊണ്ട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഭക്തിയിൽ മാർഗത്തിലൂടെ ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകും, സ്നേഹമുണ്ടാകും. ഇപ്പോൾ നമുക്ക് ഓടിപ്പോകുന്ന ഒരു സിംഹത്തെ പിടിച്ചു നിർത്തി അതിന്റെ വായൊക്കെ പിളർന്ന് നോക്കണമെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവിടെ? ഇച്ഛാശക്തി. അതുപോലെ തന്നെ എന്താണ്? സ്നേഹം വേണം, ദയ വേണം, അതിനെ ഒന്ന് മെരുക്കിയെടുക്കാനുള്ള ആ ഒരു പ്രവണത ഉണ്ടാവണം, ആ ഒരു സ്നേഹം ഉണ്ടാകണം, ദയ, അനുകമ്പ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എനിക്കത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു പരിപൂർണമായ ആഗ്രഹമുണ്ട്, ആവേശത്തോടുകൂടിയുള്ള ആഗ്രഹമുണ്ടെങ്കിലാണ് ഇത് നമുക്കിവിടെ സാധിച്ചു കിട്ടുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, ചലഞ്ചസ് ഉണ്ടോ, അതിനെ നിങ്ങൾക്കിവിടെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അബണ്ടന്റ് ആവാൻ സാധിക്കുന്നു. കണ്ടില്ലേ? 8 അബണ്ടൻസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അബണ്ടന്റ് ആവാൻ കഴിയുന്ന എന്തൊക്കെയാണ്? പരിശുദ്ധി. ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധിയാണുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ലെസൺ പഠിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ മാലിന്യങ്ങളെ നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നു. മനസ്സിലെ മാലിന്യങ്ങളെ കളഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ നല്ല ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് വരികയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് ഈ ടവർ മൊമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ നല്ലൊരു സക്സസിലേക്കാണ് വരുന്നത്. നിങ്ങൾ കൂടുതൽ പ്രബലരാവുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ശക്തരായി മാറുകയാണ് ചെയ്യുന്നത്. അതുവഴി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അബണ്ടന്റ് ആവാൻ കഴിയുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരുപാട് പേർ കർമ്മ അനുഭവിക്കുന്നുണ്ടാവും. ഇവിടെ ഇത്തരത്തിലുള്ള അനുഭവം ഈ കർമ്മ എന്ന് റിലീസ് ആവും നിങ്ങളിൽ നിന്ന്. കണ്ടില്ലേ? ഇവിടെ കർമ്മ ഫേസ് ചെയ്യുകയാണ്, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാൻ ജീവിതത്തിൽ. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമോ എന്ന് നമുക്ക് നോക്കാം. പലരും എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ആവശ്യമില്ലാത്തത് പറയും അല്ലെ? നമ്മൾ ചിലപ്പോൾ ഓർക്കാപ്പുറത്തായിരിക്കും പല കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്, അത് നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്നതായിരിക്കാം. അതുപോലെ നിങ്ങളും ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അവർ ഒരുപാട് അവരുടെ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കും. ചിലപ്പോഴൊക്കെ അവർ രാത്രിയിൽ കിടന്നാൽ പോലും ചില ആളുകാരൊക്കെ ആണെങ്കിൽ എന്താണ് ഒത്തിരി വിഷമിക്കും. എന്തെങ്കിലും ചെറിയ നിസാര കാര്യം മതി ചിലർക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കാൻ. ഉറക്കം പോലും ഇല്ലാതെ അവർ രാത്രി തള്ളി നീക്കും. ഇതൊക്കെ ഒരു കർമ്മയുടെ ഒരു ഭാഗമാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് കുറച്ച് അകൽച്ചയിലാവാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും അതുമല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇനി വെറുതെ എന്തെങ്കിലും ചിലപ്പോൾ തമാശ പറയുന്ന കാര്യങ്ങളായാലും നിങ്ങളിൽ ഒരുപാട് അതിൻ്റെതായ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, നിങ്ങളിൽ അതിൻ്റെ ആഘാതം ഏൽപ്പിച്ചിട്ട്. മനസ്സിലായി? അപ്പൊ അത്തരം ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്.
അതെ, തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷത്തിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇത്തരത്തിലൊരു അനുഭവം നിങ്ങൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കോണ്ടാക്റ്റിലേക്ക് എത്തുന്നുണ്ട്. വിവാഹം നടക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പേ ചിലപ്പോൾ പിണങ്ങിയിരിക്കാം. ഇവിടെ വിവാഹം നടക്കുന്നുണ്ട്. തന്നെയുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. 1111 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിവുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ദൈവാനുഗ്രഹത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നെയും വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ എംപറർ ആണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മുക്തരായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പൊ ഇവിടെ ഒത്തിരി സന്തോഷത്തിൻ്റെതായ, ഒത്തിരി നിങ്ങൾ കരഞ്ഞു. തീർച്ചയായിട്ടും രാത്രി ഉറങ്ങാതെ പോലും ഒരുപാട് നിങ്ങൾ രാപകൽ നിങ്ങൾ ചിലപ്പോൾ കണ്ണീരൊഴുക്കിയിട്ടുണ്ടാവാം, പല കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നു, സന്തോഷത്തിലേക്കാണ് വരുന്നത്. കുട്ടികളില്ലാതിരും ചിലർക്ക് കുട്ടികളില്ലാത്തതിൻ്റെതായ ദുഃഖം അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ദുഃഖം കൂടുതലായിട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുടെ വഴി ഇവിടെ വരുന്നുണ്ട്. അവർക്കൊരു സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇനി അതുപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ്. അപ്പൊ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ വിവാഹം നടന്ന കുട്ടി ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു വീടിന്റെ എനർജി ഉണ്ടാവണം, അപ്പോൾ വാഹനമാകണം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലേക്ക് ഇനി വിവാഹം നടക്കാതെ നോക്കിയിരിക്കുകയാണ്. 10-40 വയസ്സ് വരെ ഒക്കെ വിവാഹം നടക്കാതെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവസാനം അത് നിരാശയാവാം. അങ്ങനെ വന്നിട്ട് മുന്നോട്ട് വരുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ടാവാം. ഇനി അതുവഴി കണ്ടില്ലേ, ഇനി വീണ്ടും ഇവിടെ എന്താണ്, ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പുതിയ പ്രണയം തുടങ്ങുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രണയം തുടങ്ങുന്നു. ഇവിടെ കണ്ടില്ലേ, ഒരു കപ്പിന് മുകളിലായിട്ട് കണ്ടില്ലേ, ഒരു സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് ഒരു പിജിയനാണ്, വെള്ളരിപ്രാവ്. അപ്പൊ ഇവിടെ എന്താണ്, പോസിറ്റീവ് സിമ്പലാണ് വന്നിരിക്കുന്നത്. ഇവിടെയോ 5 അരുവികളായിട്ട് ഇങ്ങനെ ജലം പോകുന്ന എനർജിയാണ്. ഇത് ഡിവൈൻ ഹാൻഡ് ആണ് ഇത് പിടിച്ചിരിക്കുന്ന. താഴെ താമര പുഷ്പങ്ങളാണ്. കണ്ടില്ലേ, എത്രമാത്രം പരിശുദ്ധമാണ്, എത്രമാത്രം ഡിവിനിറ്റി നിറഞ്ഞതാണ് ഈ ലവ്. ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ ആർക്കൊക്കെയോ തുടങ്ങുന്നത് എന്ന് പറയാം. ഇവിടെ ഒരു പുതിയ പ്രണയത്തിന്റെ തുടക്കം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ എന്താണ്, 5 അരുവികളായിട്ട് എന്താണ്, പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അത്രമാത്രം ഗാഠമായ ഒരു പ്രണയം നിങ്ങൾക്കിവിടെ ആരോടെങ്കിലും തുടങ്ങുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ അതിന് ചിലപ്പോൾ പറയുന്നതാവാം ആരോടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാവാം എന്ന്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് എംപററുടെ എനർജിയാണ്. ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. 4 എന്നുള്ള നമ്പറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ജീവിതത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ 4 ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ സ്റ്റെബിലിറ്റി ലഭിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജി. കാരണം സഫലത, സന്തോഷത്തിൻ്റെതായ സഫലതയിലേക്ക് നീങ്ങുന്നു. ഇവിടെയോ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ അച്ചടക്കം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക്, അതുപോലെ തന്നെ പലർക്കും വിജ്ഞാനം കൂടുതലായിട്ടുണ്ടാവുന്ന ഒരവസ്ഥ, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ കൂടുതൽ അറിവ് നേടിയിട്ടുള്ള പല ആൾക്കാരുമാകാം. ഇവിടെ ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടുന്നതാവാം. പെർമനന്റ് ആയിട്ട് സാലറി ലഭിക്കുന്ന എനർജി, അങ്ങനെയൊക്കെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അടുത്തു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ നമുക്കിന്ന് ഒറക്കിൾ കാർഡ്സ് 2-3 എടുക്കാവേ. മൊമെന്റ് ടു മൊമെന്റ് ആണ്. ഓരോ നിമിഷവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് തന്നെ വേണം കരുതാൻ. മനസ്സിലായോ? ഒരു നിമിഷം പോലും ആവശ്യമില്ലാതെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇവിടെ പുതിയ തുടക്കമാണ് വന്നിരിക്കുന്നത്. പലർക്കും ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കത്തിലേക്ക് ഉള്ള എനർജിയാണ്. അത് ദൈവികമായ വിശ്വാസത്തോടുകൂടി പുതിയ തുടക്കം വരുന്നുണ്ട്. സ്ലോയിങ് ഡൗൺ ആണ്. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്ന് പറയുന്നത് പോലെ പതുക്കെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധ്യമായി കിട്ടുന്നതാണ്. അപ്പോൾ ധൃതി ഒരിക്കലും നല്ലതല്ല, ദേഷ്യം ഒരിക്കലും നല്ലതല്ല. അങ്ങനെ പതിയെ സമാധാനപരമായിട്ട് ഓരോ കാര്യങ്ങളിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഫലമാകുന്നതാണ്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്കിന്ന് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാവേ. രണ്ടു മൂന്ന് കാർഡ്സ് എടുത്തു.
ഉണ്ട്. ഇവിടെ എൻലൈറ്റൻമെന്റ് ആണ്, കണ്ടില്ലേ, ജ്ഞാനോദയം ഉണ്ടാകുന്നു. ഇവിടെ എംപററുടെ പദവിയിൽ അത് തന്നെയാണ്, ഒരുപാട് വിജ്ഞാനമുള്ള ആൾക്കാരുടെ എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങളിൽ തന്നെ പലർക്കും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് കുറെ ഓരോ ദിവസം കഴിയും തോറും നല്ലതുപോലെ അറിവ് ലഭിക്കുന്ന എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കണം ചിലപ്പോൾ കമന്റ് ചെയ്യുന്ന ഈ വീഡിയോ എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന്. അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ ഒരു കമന്റ് വരണം, ഈ വീഡിയോ എനിക്ക് പ്രയോജനപ്പെട്ടു എന്നൊരു കമന്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ വിജയിയാകാനുള്ള സാധ്യതയാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ്, എൻലൈറ്റൻമെന്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ആണ്, പർപ്പിൾ കളറിൽ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. ഇവിടെ തേർഡ് ഐ ചക്ര അല്ല, വയലറ്റ് കളറല്ല, ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. മനസ്സിലായി? ഇവിടെ എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതാണ്, കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിവുണ്ടാകുന്നു. ഇവിടെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച വന്നിരിക്കുന്നത്. അതായത് തേർഡ് ഐ ചക്ര ഇവിടെയാണ് വന്നിരിക്കുന്നത്, ഇവിടെയാണ് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഇവിടെ 2+6 എന്താണ്, 8. 8ന്റെ അറിയാലോ, അബണ്ടൻസിലേക്കുള്ളത്. അതായത് ഇവിടെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച വർദ്ധിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഫുൾഫിൽമെന്റ്, ആഗ്രഹ സഫലീകരണം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അച്ചീവ്മെന്റ്, പല നേട്ടങ്ങൾക്കും ഇന്ന് നിങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാം. ഇന്ന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടാനും സംഭാവനകൾ കിട്ടാനും ഒക്കെ ഉള്ള സാധ്യത, ആരിൽ നിന്നെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കാനും കുറച്ചുകൂടി അറിവുണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ഇന്ന് കുറേ പേരൊക്കെ എനിക്ക് തോന്നുന്ന ലൈക്ക് ചെയ്തിട്ടുണ്ട്, വളരെയധികം സന്തോഷം. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നത് മറന്നു പോകുന്നുണ്ടായിരിക്കാം അല്ലേ? എല്ലാ ദിവസവും ഞാൻ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്, ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.